ഹലോ ഹായ് ഫ്രണ്ട്സ്, ജോമാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ പരിപാടിയാണ്. നല്ല വെട്ടമുണ്ട്. നമ്മുടെ ടേബിളിലാകുമ്പോൾ എനിക്ക് ടിപ്പിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാം ഇവിടെ കറക്റ്റായിട്ട് വെക്കാം. പിന്നെ പെട്ടെന്ന് എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ഞാനിത് കലക്കുന്നതൊക്കെ കാണുകയും ചെയ്യും. എല്ലാവർക്കും സംശയം വരും, നമ്മളത് കറക്റ്റായിട്ട് എന്തൊക്കെ ഇടുന്ന പറഞ്ഞതിന് ശേഷം വേറെ വല്ല ഇതിനകത്ത് ഇടുക അല്ലേ, അങ്ങനെയൊക്കെ ഒരു സംശയം വരും. ഞാനാണെങ്കിൽ ഈ ടിപ്പിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ നല്ല പ്രോപ്പറായിട്ട് ഇങ്ങനെ കാണിക്കുന്നില്ല. എന്ന് വെച്ചാൽ കൈ പിടിച്ചുകൊണ്ട് ഇതെല്ലാം കാണിക്കുകയും വേറെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നിട്ട് ഈ ചേറയിലൊക്കെ ഇങ്ങനെ വെക്കുകയൊക്കെ ചെയ്യുന്ന കാരണം കറക്റ്റായിട്ട് ആകുന്നില്ല. എനിക്ക് തന്നെ അത് മനസ്സിലാവുന്നുണ്ട്. ഒന്ന് രണ്ട് പേരെ എന്നോട് ചോദിക്കുകയും ചെയ്തു, അത് കൈ പിടിച്ച് മൊത്തം ഇങ്ങനെ കാണിക്കണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്കും തന്നെ തോന്നി അങ്ങോട്ട് ഒരു വീഡിയോ എടുക്കുന്ന അങ്ങോട്ട് ശരിയാവുന്നില്ല, പെർഫെക്റ്റ് ആവുന്നില്ലോ എന്ന്. അതായത് കലക്കുന്ന മിക്സ് ചെയ്യുന്ന എല്ലാം ഒന്ന് കാണിച്ചാലേ മനുഷ്യർക്കതൊരു എന്താ പറയുന്നത് പെർഫെക്റ്റ്നെസ് തോന്നിക്കത്തുള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ ഓർത്തു, ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഓർത്തു, ഡൈനിങ് ടേബിൾ എനിക്ക് ഏതിന് ലൈവിനാണെങ്കിലും ഒന്ന് ഇരിക്കാൻ കംഫർട്ടായിട്ടൊന്ന് ഇരിക്കാൻ ഡൈനിങ് ടേബിൾ വെട്ടമൊക്കെ കിട്ടാനാണെങ്കിൽ ഡൈനിങ് ടേബിൾ. അപ്പം കൂടുതൽ സംസാരിക്കുന്നില്ല, നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ഞാനൊരു ടിപ്പാണ് കാണിക്കുന്നത്. അതായത് ഞാനിത് ഗൂഗിളിൽ കണ്ടതാണ്, വേറെ വീഡിയോസൊന്നും യൂട്യൂബിലൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതിൻ്റെ. അപ്പോൾ പിന്നെ ഞാൻ ഓർക്കുന്ന എളുപ്പം ഇതൊന്ന് സിമ്പിളായിട്ടുള്ള ടിപ്പ് ഒന്ന് ചെയ്ത് പെട്ടെന്ന് നമ്മൾ വീഡിയോ ഇട്ടേക്കാമെന്ന് വിചാരിച്ച് അതിനുവേണ്ടി ഞാൻ അപ്പം എല്ലാവരും ഒന്ന് ആദ്യമേ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണേ കേട്ടോ. അഭിപ്രായങ്ങൾ തുറന്നു പറയണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. മുഖം നന്നായിട്ട് സോപ്പിട്ട് കഴുകി തുടച്ച് കേട്ടോ. ഡവ് സോപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഡവ്. അപ്പോൾ കുറച്ച് പാല്, ഇത് 1 ടീസ്പൂണാണേ. അപ്പോൾ 2 ടീസ്പൂൺ മതി. ഈ ഒരു മുഖത്തിന് പോലെ പെടലിയും പിന്നെ കഴുത്തും മുഖവും കൈയും കാലും തേക്കാം, പക്ഷെ ഇപ്പോൾ അത് തേക്കുന്നില്ല, കുളിക്കുന്നതിന് മുമ്പായിട്ടേ ചെയ്യുന്നുള്ളൂ അതൊക്കെ. അപ്പം മുഖത്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ. പറ്റുമെങ്കിൽ ഇവിടെ ഇങ്ങനെ തേക്കും, ഉടുപ്പേ പറ്റുന്നതുകൊണ്ടാണ്. അപ്പം 2 ടീസ്പൂൺ പാലെടുത്തു, കാണാമല്ലോ. ഇനി ചെയ്യുന്നത് അതിനകത്ത് ഗ്ലിസറിൻ. എൻ്റെ ഗ്ലിസറിൻ വെജിറ്റബിൾ ഗ്ലിസറിനാണ്, തീർന്നു. ഇനി ഓർഡർ ചെയ്യണം. ഇനി പൈസയൊക്കെ ആയിട്ട് ഓർഡർ ചെയ്യാം. ഇത് ഞാൻ ഇത് എനിക്ക് തോന്നുന്നു 1 വർഷത്തിന് മേളിലായി ഈ ഗ്ലിസറിൻ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ട്. തീർന്നു കേട്ടോ. വെജിറ്റബിൾ ഗ്ലിസറിൻ 1 ടീസ്പൂണേ ഉള്ളൂ, മതി. കമത്തി വെക്കാം ഇച്ചിരി വന്നെങ്കിൽ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നും എന്നേലൊക്കെ വീഡിയോ ഇടാന്നൊക്കെ ഞാൻ തീരുമാനം എടുക്കും, പക്ഷെ തീരുമാനം പോലെ ഒന്നും മുന്നോട്ട് പോകുന്നില്ല. എന്തെങ്കിലുമൊക്കെ കുഴഞ്ഞ കേസുകെട്ടുകൾ വരും. അന്നേരം എനിക്കങ്ങ് പിന്നെ ഡെസ്പാവേ. അയ്യോ, കുടുംബമല്ലേ, പിള്ളേരും പിറകിണിയൊക്കെ ആയിട്ട് കഴിയുന്നതല്ലേ. ഓരോരോ ആവശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മളങ്ങ് ഡെസ്പായി പോകും. മിക്സായി കേട്ടോ. അമ്മമാരല്ലേ ഡെസ്പാകേണ്ടിയത്. ഇനി ഒരു കോട്ടൺ എടുക്കും, പഞ്ഞി. ഇനി അത് മുക്കുക. പഞ്ഞി മുക്കുക, സ്തോത്രം പറയുക, അങ്ങോട്ട് സ്തോത്രം പറഞ്ഞിങ്ങനെ തേക്കുക. കണ്ടോ? പാല് നല്ലൊരു ക്ലെൻസിങ് തരുന്ന സാധനമാണ്. ചുണ്ടയിലൊക്കെ തേക്കാവേ, ചുണ്ടിൻ്റെ കറുപ്പ് മാറും. ഈ ഇവിടെ വൈറ്റ് ഹെഡ്സ്
ഉണ്ടെങ്കിൽ അതൊക്കെ പോകും. പാലിൻ്റെ കൂടെ ഈ നമ്മുടെ ഗ്ലിസറിനും കൂടെ ആവും. ഇവിടെയൊക്കെ പതുക്കെ വേണേ. ഇവിടെ ഇതുണ്ടോ, അവിടെ നമ്മൾ ഒരു പ്ലക്കർ വല്ലതും ഉണ്ടെങ്കിൽ അത് വെച്ച്, ഇല്ലെങ്കിൽ നിങ്ങളൊരു സ്പൂണിൻ്റെ അറ്റം വെച്ചിങ്ങനെ എടുത്താൽ മതി. പ്ലക്കർ ഇല്ലാത്തവരെ ഇത് വലിയ ഹാർഡല്ലല്ലോ, ഇങ്ങനെ ഇങ്ങനെ എടുത്താൽ മതി. വായിക്കും. അപ്പം അതെല്ലായിടത്തും തേച്ച് പിടിപ്പിക്കുക. 30 മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളയുക. സൂപ്പർ സാധനമാണ്. ക്ലെൻസിങ്, ടാൻ പോകാൻ, ഗ്ലോ വരാൻ, പാടുകൾ പോകാൻ, വെളുക്കാൻ, സർവസംഗതി. പാടുമ്പോൾ ധൈര്യമായിട്ട് തേച്ചോ. ഗൂഗിളിനകത്ത് കണ്ട സംഗതിയാ, പേടിക്കാതെ ചെയ്യാമല്ലോ. എനിക്ക് ഈയിടെയായിട്ട് 1-2 കാര വന്നിട്ട് ഇവിടെയാണ് വരുന്നത്. ഇവിടെ 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 ഇങ്ങനെ. എന്നിട്ട് അത് ഞാനിരുന്നൊന്ന് പൊട്ടിക്കുമ്പോൾ കറുത്ത പാടായിട്ട് ഉണ്ടാവും ഇവിടെ. അപ്പം അതെല്ലാം അങ്ങ് മാറിക്കോളും. അതിനുള്ള പുറകെ വരുന്നുണ്ട്, കാണിച്ചു തരാം. ഇത് ഞാൻ എന്തായാലും വീഡിയോ ഓഫ് ചെയ്യുക. അരമണിക്കൂർ കഴിയുമ്പം തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കും. അപ്പോൾ ദാ നല്ല കഴുകി തുടച്ച് കയ്യും നല്ല സോഫ്റ്റായി മാത്രമല്ല നല്ല ചെടിയെല്ലാം പോയി നല്ല വൃത്തിയായി അല്ലേ. ഇപ്പം തന്നെ ഫേഷ്യൽ ചെയ്ത പോലെയല്ലേ ഇരിക്കുന്നത്. എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറ കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്നാന്ന് വെച്ചാൽ കുറച്ച് നെയ്യ്. ഇത് സെക്കൻഡ് സ്റ്റെപ്പാണ്. ചുമ്മാ ഒരു ശകലം നെയ്യ് കണ്ടോ, കുറച്ച് നെയ്യ്, ചുമ്മാ കുറച്ച് നെയ്യ്, ചുമ്മാ അറിയാതെ അങ്ങ് ഇളക്കിപ്പോയെന്നുള്ളൂ. ഒന്നും ഒഴിച്ചിട്ടില്ല, നെയ്യ് മാത്രം കേട്ടോ, നെയ്യ് മാത്രം, വേറെ ഒന്നുമില്ല. ഇതൊന്ന് മുഖത്ത് തേക്കുക. ചുണ്ടയിലൊക്കെ തേക്കാം. നമ്മുടെ ചുണ്ടിന് പിന്നെ ഇതുണ്ടെങ്കിൽ മഞ്ഞുകാലമൊക്കെ ആകുമ്പം ഒരു വിണ്ടലും പൊട്ടലും ഒക്കെ വരത്തില്ല. അതുപോലെ കാല് വിണ്ട് കീറുക, നമ്മളുടെ കൈയൊക്കെ പിന്നെ റഫായിരിക്കുക. എൻ്റെ കൈ റഫാ, ഞാനൊന്നും തേക്കുന്നില്ല. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ 3 കാര്യങ്ങൾ ഞാൻ മറ്റേ മൂന്നാമത്തെ കാര്യം അത് ഞങ്ങൾ ചെറുപ്പം തൊട്ടേ എൻ്റെ വീട്ടിൽ 4 പേരും പെൺപിള്ളേരാണേ. 4 പേരെയും രാത്രിയിൽ അമ്മ തേപ്പിച്ചിട്ട് കിടക്കുന്ന കാര്യമാണ്. അത് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു പ്രാവശ്യം ചെയ്ത് കാണിച്ചിട്ടുള്ളൂ. അപ്പം ഞങ്ങൾക്ക് അതുകൊണ്ട് ആ കുരുവും പാടുകളും ഒന്നും ഇതുവരെ ദൈവം സഹായിച്ച് വരാതിരുന്നെന്ന് തോന്നുന്നു. അമ്മ ഞങ്ങളെ കുഞ്ഞിലെ മുതലേ തേപ്പിക്കുന്നതാണ്. കുഞ്ഞിലെ മീൻസ് നമുക്കൊരു ടീനേജ് തൊട്ടാണ്. അന്നേരം അതിന് മുമ്പൊന്നും തേക്കത്തെ. മഞ്ഞളൊക്കെ തേക്കാം. മഞ്ഞൾ കുഞ്ഞിലെ മുതലേ തേച്ച് നിർത്തിയിട്ടാണ് കുളിപ്പിക്കുന്നത്. പിന്നെ ഈ സാധനം രാത്രി കിടക്കുമ്പം തേപ്പിക്കും. രാവിലെ കഴുകി കളയിപ്പിക്കത്തുള്ളൂ. ചുണ്ടേ ലാസ്റ്റ് തേക്കാം, അല്ലെ സംസാരിക്കുമ്പോൾ വായിപ്പോ. നേരത്തെ അങ്ങനെ ഒരു അബദ്ധം പറ്റി, പാലും ഇതെല്ലാം കൂടെ വായിപ്പോയി. അന്നേരം നമുക്ക് നെയ്യ്, സൂപ്പറാണ് നെയ്യ് കേട്ടോ. നെയ്യ് അലർജി ഉള്ളവർ നെയ്യ് തേക്കരുത്. പാല്, തൈര്, നെയ്യ് ഒക്കെ അലർജി ഉള്ളവരുണ്ടല്ലോ, അത്
തേക്കണ്ട. കാരണം അവർക്ക് തേച്ചിട്ട് പെട്ടെന്ന് ചൊറിയോ പിന്നെ കുരു പോലെ വരുമോ ഒക്കെ ചെയ്താൽ ശരിയാകത്തില്ല. അതുകൊണ്ട് അവരത് തേക്കണ്ട. ഈ നെയ്യുടെ സ്റ്റെപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്തേക്കും കേട്ടോ. നല്ല ഗ്ലോ ആകും. നമ്മുടെ ആ റഫ്നെസ് ഒക്കെ ഒന്ന് പോകും. ഈ ഒരുമാതിരി ഹാർഡായിട്ടിരിക്കുന്ന ഇതെല്ലാം അങ്ങ് പോകും. നല്ല സൂപ്പറാകും. എന്നിട്ടൊരു നമ്മൾ 10 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് മസാജ് ചെയ്ത്, ഒരുപാടിട്ട് മസാജ് ചെയ്യരുത്. ഇവിടെ ഒക്കെ സോഫ്റ്റായിട്ടേ വിടാവുള്ളൂ. ഒത്തിരി മസാജ് ചെയ്ത് അവിടെയൊക്കെ തൂങ്ങും. ഒരിടത്തും അധികം മസാജിങ് പാടില്ല. എല്ലായിടത്തും തേച്ചിട്ട് നമ്മൾ ഒന്ന് 10 മിനിറ്റ് ഒന്ന് സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ടൊന്ന് മസാജ് ചെയ്ത്, പിരിയത്തേലൊക്കെ തേക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെ മാത്രം ഒന്ന് സൂക്ഷിക്കണം മസാജിങ്, ഇവിടവും സൂക്ഷിക്കണം. ലിപ് ബാം ആയിട്ട് ഇത് ഉപയോഗിക്കാം. നെയ്യ് മിനിറ്റ് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റോ അരമണിക്കൂറോ വീണ്ടും ഇരിക്കാൻ നല്ലതാ. അതുകൊണ്ട് ഈ പറയുന്നത് ഇച്ചിരി സമയമുള്ളവർ സമയം എടുത്ത് ചെയ്താൽ ഏറ്റവും നല്ലതായിരിക്കും. നമ്മളുടെ ഇതൊക്കെ നാച്ചുറൽ ആയതുകൊണ്ട് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനൊന്നും ഒരു വിഷയം വരത്തില്ല. കെമിക്കൽ തേക്കുമ്പോഴല്ലേ ഇന്റേണൽ ഓർഗൻസിന്റെ പ്രശ്നമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? എന്നാന്ന് വെച്ചാൽ വെയിൽ കൊള്ളാൻ നോക്കണം, ഇഷ്ടം പോലെ വെള്ളം കുടിക്കണം, നന്നായിട്ട് ഉറങ്ങണം, ആഹാര സമയത്തിന് കഴിക്കണം. ഇതൊക്കെ ചെയ്താലേ അതിൻ്റെ ആ ഫുൾ 100% ഇഫക്റ്റീവ് ആകത്തുള്ളൂ. അല്ലാതെ നമ്മൾ വെയിലത്തൂടെ നടന്ന് വെള്ളം കുടിക്കാതെ, പിന്നെ മരുന്നുള്ളവർ മരുന്ന് കഴിക്കാതെ, അസുഖമായി ഭക്ഷണം കഴിക്കാതെ, ഉറങ്ങാതെ ഒക്കെ ഇരുന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല. ഹെൽത്തി ആയിട്ടുള്ളവർക്ക് എപ്പോഴും നല്ല ഗ്ലോ ആൻഡ് എന്താ പറയുന്നത്, നല്ല ബ്രൈറ്റായിട്ട് നല്ല ഒരു സ്കിന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ സൂക്ഷിക്കുക. ഞാനൊക്കെ വെള്ളം കുടിക്കും ഇഷ്ടം പോലെ. ഉറക്കക്കുറവ് ഉണ്ട്, സമയത്ത് ആഹാരം കഴിക്കത്തില്ല, പിന്നെ എന്താ പറയുന്നത്, ശരീരം നോക്കത്തില്ല, വേണ്ടിയ ഫുഡൊക്കെ ബദാം അങ്ങനെയുള്ളതൊക്കെ കഴിച്ചാൽ നല്ലതാ സ്കിന്നിന്. അതൊന്നും ശ്രദ്ധിക്കത്തില്ല, കഴിക്കത്തില്ല. ഇവിടെ ഉണ്ടയിലും കഴിക്കത്തില്ല. ഈയിടെ പിന്നെ ഒരു ഷെയ്ക്ക് കുടിക്കുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അതും വല്ലപ്പോഴും, ആരെണ്ണം വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് മടുപ്പാണ്. എന്നാലും പിന്നെ കൊച്ചിന് പരീക്ഷയൊക്കെ ആയതുകൊണ്ട് അവന് കുടിക്കട്ടെ എന്ന് കരുതി അത് അടിക്കും. ആ കൂട്ടത്തിലങ്ങ് ഒറ്റ വലിക്കും. മണക്കാതെ പാലായതുകൊണ്ടൊരു ഇതാണ്. അപ്പം മണക്കാതെ പെട്ടെന്ന് ഒറ്റ വലിക്കും കുടിക്കും. അങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ എങ്ങനെ ചെയ്താലും ഫലിക്കത്തില്ല. നമ്മൾ നന്നായിട്ട് വെയിൽ കൊള്ളരുത്, ഭയങ്കര ഒരു ഇതാണ്. പക്ഷെ ഞാൻ ഇതിലെല്ലാം വെയിൽ കൊണ്ടല്ലേ നടക്കുന്നത്. കോഴിയുടെ കാര്യം, മുറ്റം തൂക്കുന്നത്, എല്ലാം ചെടി നനയ്ക്കുന്നത് എല്ലാം വെയിലുള്ളപ്പോഴാണ്. വൈകുന്നേരം ആയാൽ കൊതുകിനെ പേടിച്ചിട്ട് വെയിലുള്ളപ്പോഴാണ് ഇതൊക്കെ ഇതെല്ലാം ചെയ്യുന്നത്. രാവിലെ അടുക്കളയിലെ പരിപാടി തീർത്തിട്ട് ഇറങ്ങുമ്പം വെയിലാവും. പിന്നെ ആ വെയിലത്തല്ലേ, തെളിയുന്ന വെയിലിനൊക്കെ നല്ല ചൂടും നല്ല ശക്തിയാണ്. അപ്പോൾ ഇതൊക്കെ കൊള്ളുമ്പോൾ പെട്ടെന്ന് അതുകൊണ്ട് തന്നെ
എൻ്റെ മൊത്തം സ്കിൻ അങ്ങ് റഫായി പോയത്. അപ്പം നമ്മൾ സൂക്ഷിക്കുവാണെങ്കിൽ നല്ലതാണ്. നല്ലതായിട്ടിരിക്കും. വെയിൽ കൊള്ളുന്നതുകൊണ്ടാണ് എൻ്റെയൊക്കെ കൈയൊക്കെ ഇരിക്കുക. പിന്നെ എനിക്ക് വിമ്മില്ലേ പാത്രം കഴുകുന്നത്, വിമ്മ്, പിന്നെ സോപ്പുകളും ലിക്വിഡുകളും അങ്ങനത്തെ എല്ലാം എനിക്ക് ഭയങ്കര അലർജിയാണ്. എൻ്റെ സ്കിന്നിന് പെട്ടെന്ന് കറുപ്പ് വരും. ഈ കൈപ്പത്തി കറുത്തിരിക്കുന്നുണ്ടോ, അതെനിക്ക് വിമ്മും അങ്ങനെയുള്ള ഒരു സംഗതികളും സോപ്പുകളും അങ്ങനത്തെ ലോഷനും ഒന്നും പറ്റത്തില്ല. അപ്പോഴേ കറക്കും, കരിക്കെട്ട പോലെ ആവും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഒരു 20-30 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് നെയ്യായതുകൊണ്ട് ചെറു ചൂടുവെള്ളത്തിൽ കഴുകുന്നതാണ് നല്ലത്. നെയ്യല്ലേ. അപ്പം അതുകൂടെ കഴിയുമ്പോൾ 3rd സ്റ്റെപ്പ് കൂടെ കഴിഞ്ഞ് വൈൻഡപ്പ് ആക്കാം. അപ്പം വീണ്ടും പറയുക, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, നെയ്യാണ്ട് ചൂടുവെള്ളത്തിലാണ് കഴിയപ്പോൾ ദേഹത്തെല്ലാം വീണു, തുടച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ചെന്നപ്പം അവളുടെ ഹസ്ബൻഡ് കുവൈറ്റിലല്ലേ, അപ്പോൾ അവൾക്ക് എല്ലാ സാധനവും കൊണ്ട് കൊടുക്കുമല്ലോ. അന്നേരം ഇതൊരു നല്ല സ്മൂത്ത് ഒരു സാധനമാണ്. എന്നാ പേര് പറയണ്ടേന്ന് എനിക്കറിയത്തില്ല. ടിഷ്യൂ ആണോ എന്ന് ചോദിച്ചാൽ ടിഷ്യൂ നല്ലൊരു സാധനമാണ്. നല്ല പെട്ടെന്ന് പോകത്തില്ല, കഴുകി ഉപയോഗിക്കാം, വാഷബിളാണ്. ഇപ്പം തന്നെ വീഡിയോ 18 മിനിറ്റ് ആയിരുന്നേ. അതുകൊണ്ട് ഞാനിനിയിപ്പം മറ്റേ ഇത് ചെയ്യുന്നില്ല, 3rd സ്റ്റെപ്പ് ചെയ്യുന്നില്ല. ഇത്രയും തന്നെ ധാരാളം നല്ല ഇതുണ്ട്. ഇനി ഇതിനകത്തിന് അതും കൂടെ, അതിനി നമുക്ക് നാളെ ചെയ്യാൻ കാണിക്കാം. അത് മാത്രമായിട്ട് നാളെ കാണിക്കാം. സൂപ്പർ. എല്ലാ ദിവസവും നിങ്ങളത് രാത്രി തേച്ചിട്ട് കിടന്നോണം, രാവിലെ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ വീഡിയോ നീട്ടുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് നാളെ അടുത്ത അപ്പോൾ ഈ 3rd സ്റ്റെപ്പ് നാളെ നമുക്ക് കാണാം കേട്ടോ. അപ്പം നാളെ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വല്ലതും പറയാനുണ്ടോ? തുടച്ചു. ഇഷ്ടപ്പെട്ടോ? അത് ചോദിക്കാൻ മറന്നുപോയി. അടുത്ത് കണ്ടാലേ മനസ്സിലാവത്തുള്ളായിരിക്കും അല്ലേ. നല്ല രസമാണ്, നല്ല സോഫ്റ്റ്. ഇനി വെയിലത്തൊക്കെ ഇറങ്ങാതെ സൂക്ഷിക്കണം. അപ്പം നാളെ അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ചക്കരയുമ്മ.